പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരു ലാസ്റ്റ് രാത്രികളിൽ ഒരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. പുറത്തേക്കൊക്കെ പോയ ആളുകളും കൂടെ തിരിച്ചു വന്ന് ഈ പന്തലിലേക്ക് ഇരച്ചു കയറുന്ന ഒരനുഭവം ഒരിക്കൽ ഞാൻ കണ്ടു. അത് പ്രസംഗിയരുടെ കഴിവല്ല, അതൊരു ആത്മപ്രവാഹം ഉണ്ടായപ്പോഴാണ്. ആത്മപ്രവാഹം ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റുകയില്ല. വചനം പറയാനും മാതൃകയോടെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ. ദൈവം തൻ്റെ ജനത്തെ കൈവിടുകയില്ല, അത് ഉറപ്പാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും, അത് ഉറപ്പാണ്. അത് എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ ഒരു എൻകൗണ്ടർ നടക്കാൻ സാധ്യതയുണ്ട്. ബഹുമാന്യനായ തോംസൺ കെ മാത്യു സാറ് ചോദിച്ചു, പരിശുദ്ധാത്മാവുമായി ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായിട്ട് എത്ര നാളായി? അതെ കർത്താവേ, അത് ഇന്ന് രാത്രി എനിക്ക് തരണമെന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവോ? നമ്മൾ വളരെ നല്ല പ്രസംഗങ്ങൾ എത്രയോ പ്രസംഗം ഈ ആഴ്ച കേട്ടു. ഒരു 2-3 മിനിറ്റ് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോണതിന് മുമ്പ് ഒരാത്മപ്രവാഹം, ഒരാത്മശക്തിയുടെ കവിഞ്ഞൊഴുക്ക് കർത്താവേ എനിക്ക് നൽകണമേ. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ, കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ, കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. ആ പ്രാർത്ഥന പാട്ടായിട്ട് നമുക്കൊന്ന് പാടാം, കരങ്ങളടിച്ച്. ഇന്ന് ഇപ്പോൾ തന്നെ ആ ഒരു സാധ്യത നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ, കാത്തിരിക്കും ഞങ്ങളിൽ. ഹല്ലേലൂയ. വന്നിടണേ വന്നിടണേ, കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ജനത്തെ സ്പർശിക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവദാസന്മാരെ എല്ലാവരെയും, വിശേഷാൽ ബഹുമാന്യനായ വത്സന എബ്രഹാം സാറ്, എല്ലാ ലീഡേഴ്സിനും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിലെ വചനത്തിനായിട്ട് ബൈബിൾ തുറക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി
അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആമേൻ. ഈഗർലി, കോൺസ്റ്റന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി എന്നും കൂടെ ഉണ്ട് മറ്റൊരു തർജിമയിൽ. തനിക്കായി ആർത്തിയോടെ തുടർമാനമായി ക്ഷമയോടെ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിനായി കർത്താവ് മടങ്ങി വരുന്നു. ആമേൻ. ഈ അധ്യായം മഹാപുരോഹിതന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. 24-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രത്യക്ഷനാകുവാൻ പോയിരിക്കുന്നു. 26-ാം വാക്യത്തിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായി ഭൂമിയിൽ പ്രത്യക്ഷനായി. 28-ാം വാക്യത്തിൽ സഭയെ ചേർക്കാൻ യേശു മേഘത്തിൽ പ്രത്യക്ഷനാകും. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത ആ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം. ഇത് വളരെ പരിചയമുള്ളതും വളരെ പഴക്കം ചെന്നതുമായ സന്ദേശമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. നാം കാത്തിരിക്കുന്നു. എന്നാലൊരു ചോദ്യം, സത്യമായും നാം കാത്തിരിക്കുന്നുവോ? നമ്മുടെ മനസ്സ് എന്തിനെയാണ് കാത്തിരിക്കുന്നത്? സിൻസിയറായിട്ട് ഒന്ന് സ്വയം ചോദിച്ചേ, എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നാൽ എനിക്ക് അല്പസമയം എടുത്തു പറയാനുള്ളത് മറ്റൊരു കാത്തിരിപ്പിനെ കുറിച്ചാണ്. അത് എബ്രായ ലേഖനം 10-ാം അധ്യായം 12-13 വാക്യത്തിലാണ്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു സാത്താനെ ക്രൂശിൽ വെച്ച് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, നിരായുധീകരിച്ചു എന്ന് മാത്രമല്ല, അത് പരസ്യമായിട്ട് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കിട്ടിയെങ്കിൽ വായിച്ചോളൂ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതിൽ കൂടുതൽ ആ കാര്യം വിവരിക്കാനില്ല. പക്ഷെ അതാരും കണ്ടിട്ടില്ല. ആത്മക്കണ്ണിൽ നോക്കിയാലേ അത് കാണാൻ പറ്റുള്ളൂ. ക്രൂശിലെ സംഭവം ഒരു ജേർണലിസ്റ്റ് കണ്ടാൽ, ഒരു പത്രപ്രവർത്തകൻ വീഡിയോയുമായിട്ട് നിന്നാൽ തോറ്റുപോയ യേശുവിനെ കാണാം. എന്നാൽ ആത്മക്കണ്ണിലൂടെ നോക്കിയാൽ പറയും, വർഷങ്ങളായി ആദാമ്യ കുടുംബത്തെ മുടിക്കാനായി 24 മണിക്കൂറും അപവാദം പറയുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത പഴയ പാമ്പിന്റെ തലയെ തകർത്ത് ആയുധം പിടിച്ചു മേടിച്ച് ദൈവസഭയ്ക്ക് ആയുധം കൊടുത്ത നിമിഷമാണ് ക്രൂശ്. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അന്തരീക്ഷത്തിന്മേൽ ഒരു ജയമെടുത്താട്ട്. കർത്താവിന്റെ ദാസൻ ഇന്നലെ ഇന്നും ഇവിടെ പറഞ്ഞത് അതോറിറ്റിയെ കുറിച്ചാണ്. അതോറിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ ഇടയിൽ പ്രോഫറ്റിക്കൽ ആക്ട് അത്ര പരിചയമില്ല. ദൈവദാസൻ ഈ മെസ്സേജ് പറയാൻ വേണ്ടി ഒരു താക്കോൽ മേടിച്ചുകൊണ്ട് ഇവിടെ വന്നു. നമുക്ക് അത്രയും പരിചയമില്ല. ഇന്നലെ അതിനുവേണ്ടി 3 കസേര ഇവിടെ ഇട്ടു. നമുക്ക് അത്ര പരിചയമില്ല. അദ്ദേഹം പറഞ്ഞു കാലൊക്കെ ഒന്ന് എടുത്തൊന്ന് പൊക്കി ചവിട്ടാൻ പറഞ്ഞു. പക്ഷെ നമുക്കതൊക്കെ ഒരു ഇച്ചിരി ഒരു നാണക്കേടാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊന്ന് റിയലൈസ് ചെയ്യണം. ഇന്ന് രാത്രി പിശാചിനോട് പറയണം, താക്കോൽ എന്റെ കയ്യിലാ,
താക്കോൽ എന്റെ കയ്യിലാ, നിന്റെ കയ്യിലല്ല. സഭ ഇന്ന് രാത്രി അധികാരം തിരിച്ചു പിടിക്കണം. സഭ ഇന്ന് രാത്രി അധികാരം തിരിച്ചു പിടിക്കണം. പമ്പരന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ താക്കോല് കിട്ടിയതിന്റെ ഒരാഘോഷം. നിങ്ങൾ അകത്തെ കണ്ണു തുറന്നു നോക്ക. സാത്താൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു ഈ രാത്രി. അവൻ തലയിൽ മുണ്ടിട്ടു പോകുന്നു ഈ രാത്രി. ദൈവസഭ താക്കോലുമായി പോകുന്നു. റബ കല ഉഡ റബ ദല ജര റിബ ലവ. Take your authority. ചോദ്യം കൊലോസ്യർ 2:15 പരസ്യമായ കാഴ്ചയാക്കി ആയുധവർഗം വെപ്പിച്ച് തോപ്പിച്ചെങ്കിൽ എബ്രായർ 10:12 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചോ. 10:12-13. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്, അതായത് ക്രൂശിലെ യാഗത്തിന് ശേഷം എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട്, കർത്താവ് ചെയ്തതെല്ലാം ഒന്നേ ഉള്ളൂ, എന്നേക്കും അതിന്റെ റിസൾട്ട് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്. ഓക്കെ, പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇതേ കാര്യം 110 സങ്കീർത്തനം 1-ാം വാക്യത്തിലുമുണ്ട്. ഇതെന്തൊരു സംഭവം ഇത്? കൊലോസ്യ ലേഖനത്തിൽ ക്രൂശിൽ സാത്താനെ തോപ്പിച്ചെങ്കിൽ ഇപ്പൊ പറയുന്നു പാദപീഠമാകാൻ കാത്തിരിക്കുന്നു എന്ന്. ഇവിടെയാണ് സഭ ഒരു കാര്യം അറിയേണ്ടത്. പാദപീഠം സഭയാ, ക്രിസ്തു ശിരസ. യേശുവിന്റെ കാൽ കീഴി സാത്താൻ തോറ്റു, പക്ഷെ നിന്റെ കാൽ കീഴി തോറ്റോ? ധൈര്യമുണ്ടോ ഇന്ന് രാത്രി? ധൈര്യമുണ്ടോ ഇന്ന് രാത്രി? പിശാച് എന്റെ കാലിന്റെ കീഴിലാന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ശ്രദ്ധിക്കണം. അത് നിങ്ങൾ കരാട്ട പഠിച്ചത് കൊണ്ടല്ല, പൊളിറ്റിക്സ് പഠിച്ചത് കൊണ്ടുമല്ല, കമ്പ്യൂട്ടർ പഠിച്ചത് കൊണ്ടുമല്ല. വാക്യം ശ്രദ്ധിച്ചു വായിക്കുക. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് കാണിക്കാം, പക്ഷെ ഇവിടെ പറ്റത്തില്ല. കാരണം ഒന്ന്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അത് അത്ര എളുപ്പമല്ല. ബാക്കിയുള്ളവരൊക്കെ ഇനി പറഞ്ഞു പഠിപ്പിച്ചെടുക്കാൻ സമയം എടുക്കും. ഇതാണ് പഴയ പാമ്പെന്ന് വിചാരിച്ചോ. പാമ്പിനെയൊക്കെ കൊണ്ടുവരാൻ വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ, പക്ഷെ നമ്മുടെ ഇടയിൽ അത് മതി. പിന്നെ വേറെ പണിയില്ലല്ലോ, വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാണ് പാമ്പെന്ന് വിചാരിച്ചോ. ഇതിനെ കാൽവറിയിൽ വെച്ച് ഏതാണ്ടൊക്കെ കൊന്നിരിക്കുക. ഉമ്മച്ചനപ്പച്ചന്റെ ഒക്കെ ഭാഷ പറഞ്ഞാൽ തല ചതച്ചു, വാലിട്ടയ്ക്ക് അനക്കുന്നുണ്ട്. ഈ വാലിട്ട് അനക്കപ്പെടാ നീ കിടന്ന് ഇപ്പൊ ഇറക്കുന്ന. തൊടാൻ നോക്കിയാലോ നിന്റെ ശരീരത്തിന്മേൽ, തൊടാൻ നോക്കിയാലോ നിന്റെ സഭയെ, തൊടാൻ നോക്കിയാലോ നിന്റെ പാസ്റ്ററെ, തൊടാൻ നോക്കിയാലോ നമ്മുടെ ലീഡർഷിപ്പിനെ. ഇല്ലെന്ന്. എന്താ കാര്യം? സഭയുടെ നാഥൻ കർത്താവാണ്. അപ്പൊ ഇതിനൊരു ചെറിയ അനക്കം ഉണ്ടെങ്കിലും ഇതിന് തല ചതച്ചതാ. എന്നിട്ട് എന്നോട് പറയാം, നീ ഇതിനൊന്ന് ചവിട്ടറവേ. ഞാൻ ചവിട്ടുകയല്ല, എനിക്ക് പേടിയാ. എനിക്ക്
3 കൊച്ചുമക്കളുണ്ട്. അതിൽ മൂത്ത പുള്ളി വീട്ടിലായിരുന്നു, എൻ്റെ കൂടെ ആയിരുന്നു 5-6 വയസ്സ് വരെ. ഈ മഴ വരുമ്പം മുറ്റത്തൊക്കെ വരുന്ന ഓരോ ചെറിയ ജീവികൾ, വണ്ടൊക്കെ സ്റ്റെപ്പിലോട്ട് കയറി വരും. ഒരു ദിവസം ഇതിനെ കണ്ടിട്ട് ഓടി വന്ന് എന്നെ വിളിച്ചോണ്ട് വന്നു. ഇവൻ അന്നേരം ഏതാണ്ട് ഒന്നും ചെയ്തു നോക്കി, പറ്റിയില്ല. എന്നെ വിളിച്ചു, അപ്പച്ചാ ഒരു സംഭവം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തന്നെ കൊല്ല്. ഇല്ലില്ല, അപ്പച്ചൻ കൂടെ നിൽക്കണം. ഞാൻ കൂടെ നിന്നു. അവൻ ചെയ്ത് കേൾക്കണോ? അവൻ എൻ്റെ ചെരുപ്പെടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് അവൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് അതിനിട്ട് അടിച്ചു. അത്രയെങ്കിലും ഇന്ന് രാത്രി ഒന്ന് ചെയ്യാവോ? അത്രയെങ്കിലും ഇന്ന് രാത്രി ഒന്ന് ചെയ്യാവോ? നിന്റെ കഴിവുകൊണ്ടല്ല, ബ്രാക്കറ്റിൽ ഇട്ടോണം ഇനിയും പറയുന്നത്, നിന്റെ വിശുദ്ധി കൊണ്ടുമല്ല, നിന്റെ ഉപവാസം കൊണ്ടുമല്ല. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ 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 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രൂശിലെ സംഭവം നടന്നു കഴിഞ്ഞിട്ട് വേഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റോമർ 16:20 വാക്യം. അത് റോമാലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. റോമാലേഖനം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം പാപം, 4-ാം അധ്യായം നീതീകരണം, ക്രൂശ്. ഓക്കെ, 5-ാം അധ്യായം നീതീകരണത്തിന്റെ ഫലം, 6-ാം അധ്യായം പാപത്തിന്മേൽ ജയം. റോമർ 6:1 മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് ജയമുള്ളൂ, ജയിച്ചവർക്കല്ല ഇവിടെ ജയം, മരിച്ചവർക്കാണ് ഇവിടെ ജയം. എത്ര പേർക്ക് മനസ്സിലായി? ജയിച്ചവർക്കല്ല ഇവിടെ ജയം, മരിച്ചവർക്കാണ് ജയം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് ജയം പ്രാപിച്ചിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഒരു നിലവിളി കേൾക്കാം, 8-ാം അധ്യായത്തിൽ ഒരു വെല്ലുവിളി കേൾക്കാം, മരണത്തിന്മേൽ ജയം. 8:35 മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ 37 വരുമ്പോൾ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട, പാപത്തിന്മേൽ ജയം പ്രാപിച്ച, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനുദിന ചിന്തകളിൽ മേൽ ജയം പ്രാപിച്ച് പടിപടിയായി വളരുന്ന വിശുദ്ധന്മാരോട് പറയുക, വേഗത്തിൽ വേഗത്തിൽ സാത്താൻ നിന്റെ കാലിന്റെ കീഴെ വരും. നീ വെറുതെ കാലത് പൊക്കിയാ മതി. കർത്താവ് അതിനെ പകുതിയാക്കി ഇട്ടിട്ടുണ്ട്, അല്ല മുഴുവനാക്കി ഇട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നിന്റെ കാലിന്റെ അടിയിലോട്ട് തരും. നീ വെറുതെ ഇത് രാത്രി അഭിഷേകത്തോടെ കാലൊന്ന് ചലിപ്പിച്ചാൽ സാത്താൻ നിന്റെ മുമ്പിൽ കീഴടങ്ങും. അങ്ങനെയാണെങ്കിൽ രോഗത്തിനോട് ഇന്ന് രാത്രി കീഴടങ്ങാൻ പറ, ഭയത്തോട് ഇന്ന് രാത്രി കീഴടങ്ങാൻ പറ, നിരാശയോട് ഇന്ന് രാത്രി കീഴടങ്ങാൻ പറ. ജയം സഭയ്ക്കാണ്. എന്താ അർത്ഥം? കർത്താവ് എന്താ കാത്തിരിക്കുന്നത്? 2-ാമത്തെ കാത്തിരിപ്പ് യേശുവിൻ്റെ കാത്തിരിപ്പാ. യേശു ഇങ്ങനെ കാത്തിരിക്കുക. വാക്യം മറക്കല്ലേ, എബ്രായർ 10:12-13. നമ്മളിന്ന് സാധാരണ കേൾക്കാത്ത, പ്രസംഗിക്കാത്ത വാക്യം ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കുക. വായിച്ചോ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. കർത്താവ് കുറെ നാളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ബാബു ചെറിയാൻ്റെ കാലിൻ്റെ കീഴെ പിശാച് കീഴടങ്ങുന്ന ഒന്ന് കാണാൻ. ആമേൻ. ഇനി നിങ്ങളുടെ പേര് നിങ്ങളങ്ങ് ചേർത്തോണ്ടാ മതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കാലിൻ്റെ കീഴെ സമ്പൂർണ്ണമായി സാത്താൻ തോക്കുന്ന കാണാൻ കർത്താവ് കാത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ബലക്കുറവുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധൈര്യം പറയുമെങ്കിലും നമ്മളെല്ലാം
എവിടെയെങ്കിലുമൊക്കെ തോക്കുന്നവരല്ലേ? അല്ലേ? നമ്മളെ ആരെങ്കിലും ഹർട്ട് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് വിഷമിക്കും, തിരിച്ചടിക്കാൻ തോന്നും, അതേ ഭാഷയെ പ്രതികരിക്കാനൊക്കെ തോന്നും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തോറ്റു. നമ്മൾ അവിടെ പിടിച്ചു നിന്നാൽ നമ്മൾ ജയിച്ചു. നമ്മളെ വല്ലാതെ പ്രലോഭിപ്പിക്കും. യേശുവിനെ ലാസ്റ്റ് കുരിശെ കിടക്കുമ്പോൾ ഒരു ചോദ്യം, നീ ദൈവപുത്രനാണോ? എന്നാ ഇപ്പൊ കാണിച്ചു തരാടാ എന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ ജയിക്കത്തില്ല. ഇന്ന് രാത്രി നാം ജയിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ നാം ജയിച്ചാൽ നമ്മിലൂടെയുള്ള ദൈവിക ദൗത്യം വെളിപ്പെടും. അതെന്തുവാ? സുവിശേഷീകരണം. അതിന് മൂന്നാമത്തെ കാത്തിരിപ്പ് അപ്പോസ്തല പ്രവൃത്തി 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. നമ്മള് സാക്ഷീകരണത്തിൽ ഇപ്പൊ എവിടം വരെ എത്തി? നമ്മുടെ വണ്ടി ഇങ്ങനെ പോയാൽ എത്ര കൊല്ലം കൊണ്ട് ഭാരത സുവിശേഷീകരണം നടക്കും? ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഈ കൺവെൻഷനിൽ 6 ദിവസം പങ്കെടുത്തവരുടെ ലിസ്റ്റ് ഇവിടെ വായിച്ചു. അടുത്ത വർഷത്തേക്ക് മറ്റൊരു ലിസ്റ്റ് നമുക്കുണ്ടാക്കണം. നമ്മൾ ഈ വരുന്ന വർഷം എത്ര പുതിയ സഭ സ്ഥാപിച്ചു, എത്ര ലക്ഷം പേരെ സ്നാനപ്പെടുത്തി, എത്ര ലക്ഷം പേര് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ആ ഒരു ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുകയല്ലേ? വിചാരിച്ചാ പറ്റും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടെയാ സാത്താൻ തോക്കുന്നത്. സമാധാനത്തിന് ദൈവമോ? വേഗത്തിൽ സാത്താനെ നമ്മുടെ കാലിന്റെ കീഴെ. ഓരോരുത്തരും പറഞ്ഞ് നമ്മുടെ കാലിന്റെ കീഴെ ചതയ്ക്കും. ശരിക്കും സാത്താൻ തോക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ഒരു ചർച്ച് സ്ഥാപിക്കപ്പെടുമ്പോൾ. ശരിക്കും സാത്താൻ പിന്നെയും സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ആ സഭയിൽ കേസുണ്ടായി അത് പൂട്ടുമ്പം, ആ സഭയിൽ അടിയുണ്ടാവുമ്പം. നിങ്ങൾ പിശാചിന്റെ കൈക്കൂലി മേടിച്ചേച്ച് ഇതിനകത്തൂടെ കറങ്ങരുത്. സാത്താന്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് മണി മേടിച്ചിട്ട് ദൈവസഭയിൽ കളിക്കരുത്. സഭയിൽ എന്ത് അസ്വസ്ഥത വന്നാലും സാത്താൻ ജയിക്കുക. നീ ശരിക്കും സാത്താന്റെ ആളാണോ പരിശുദ്ധാത്മാവിന്റെ ആളാണോ? അത്രയും പറഞ്ഞേച്ചാ മതി. സഭയുടെ തകർച്ച കാണുമ്പോൾ നിനക്ക് സന്തോഷാണോ? പ്രിയപ്പെട്ടവരെ, ഇതൊരു ദിവസം വെളി വരും. ഇവിടുത്തെ വലിയ ഇന്റർനാഷണൽ കളികളിൽ കൈക്കൂലി മേടിച്ചിട്ട് മാറ്റി കളിച്ച കളിക്കാരെ പിടിച്ച കഥയൊക്കെ വായിച്ചിട്ടില്ലേ? എങ്കിൽ ഇന്ന് രാത്രി ഓർത്തണം, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇത് ദൈവസഭയുടെ ജയത്തിന്റെ വർഷമാണ്, പിശാചിന്റെ തോൽവിയുടെ വർഷമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി ആ ജയം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഒറീസയിൽ 100 ചർച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ജയം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ബീഹാറിൽ 200 ചർച്ച് 24-ൽ പ്ലാൻ ചെയ്യുമ്പോൾ ജയം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നു? കോഴഞ്ചേരിയിൽ ഇപ്പൊ സഭ വേണ്ടി വരികയില്ല, കുമ്മനാട്ടും വേണ്ടല്ലോ. ഞാൻ ഈ ആഴ്ചയിൽ ഒന്നുകൂടെ നോക്കി, എന്തോരു ബോർഡുകളാ. നമുക്ക് പാലക്കാട്ടോട് പോയ സ്ഥലമുണ്ട് കേട്ടോ, ഉണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി പോകുന്നയാളാ. പാലക്കാട് പോയ സ്ഥലമുണ്ട്, മലപ്പുറത്ത് സ്ഥലമുണ്ട്,
കാസർഗോഡ് ഒത്തിരി സ്ഥലമുണ്ട്, കോഴിക്കോട് സ്ഥലമുണ്ട്, പിന്നെ അപ്പുറത്തേക്ക് പോയ സ്ഥലമുണ്ട് കേട്ടോ, ഉണ്ട്. ആന്ധ്രയിലൊക്കെ സ്ഥലമുണ്ടെന്നേ. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും സ്ഥലം ഇഷ്ടം പോലെ കിടക്കുക. എബി സാർ എന്നോട് പറഞ്ഞത്, ഒരു സെന്റർ എടുത്താൽ ഒരു സെന്റർ ഫ്രീ. ആമേൻ. ഇവിടെയാണ് ഒരു സെന്റർ കിട്ടാൻ വേണ്ടി എത്ര മാസാ ക്യൂ കിടക്കുന്നത്. ഇവിടെ നിന്ന് കറങ്ങുക മാവിൻ ചോട്ടിലും പറ്റുമായിട്ട്. ഒരു സെന്റർ. ഡോക്ടർ എബി നിങ്ങളെ വിളിക്കുന്നു. ടേക്ക് വൺ ഗെറ്റ് വൺ ഫ്രീ. ഒരു സെന്റർ എടുത്താൽ ഒരു സെന്റർ ഫ്രീ. വരുന്നോ? കൊണ്ടുപോയി കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എടുത്തോന്ന്? എടുത്തിട്ടുണ്ട്. സ്തോത്രം. സഭ ജയിച്ചു എന്നതിൻ്റെ തെളിവെന്നാണെന്നറിയാമോ? അടുത്ത വർഷം 1,00,000 പേരെ നാം സ്നാനപ്പെടുത്തും. അടുത്ത വർഷം പുതുതായി 1000 സഭ നാം സ്ഥാപിക്കും. അപ്പോഴാണ് കീ കൈ കിട്ടിയെന്ന് അറിയുന്നത്. താക്കോല് റവറൻ ലോറി ടൈറ്റസ് തന്ന കീ ഇല്ലേ, കീ, അതൊന്ന് എടുത്തേ. ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഏതായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഒറ്റ മിനിറ്റ്, 50 സെക്കൻഡ് മതി. 50 സെക്കൻഡ് പ്രാർത്ഥിച്ചേ. കൈ പിടിച്ചേ, കൈ പിടിച്ചേ. അടുത്ത് നിൽക്കുന്ന ആൾ ഇവിടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചേ. പ്ലീസ് പ്ലീസ്. അടുത്ത് നിൽക്കുന്ന ആളെ കയ്യെ പിടിച്ച് 50 സെക്കൻഡ് പ്രാർത്ഥിച്ചേ. രക്തം ജയം, രക്തം ജയം. അധികാരത്തിന്റെ റിയലൈസേഷൻ നടക്കട്ടെ, അധികാരത്തിന്റെ റിയലൈസേഷൻ നടക്കട്ടെ, അധികാരത്തിന്റെ കൈമാറ്റം നടക്കട്ടെ, അധികാരം തിരിച്ചറിയ